പക്ഷെ സൂര്യക്ക് ലൈക്ക് പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, സൂര്യന്റെ അത്രയും റൊമാൻറ്റിക് സോങ്സ് ഇട്ട് വേറെ നടരുണ്ടോ എനിക്ക് സംശയ. റൊമാൻറ്റിക് സോങ്സ് മാത്രമല്ല, സോങ്സ് എല്ലാ ഞാൻ മിക്കപ്പോഴും തമിഴ് സോങ്സ് ഒക്കെ എടുക്കുമ്പോൾ ഫേവറേറ്റ്സ്, എന്റെ ഫേവറേറ്റ് ലിസ്റ്റ്, നമുക്കൊരു ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ടാവല്ലോ, അങ്ങനെ തപ്പി വരുമ്പോ മിക്കതും സൂര്യയുടെ കുറെ പാട്ടുകളായിരിക്കും. പണ്ടത്തെ അത്രയും അടിപൊളി പാട്ടുകൾ ഒരുപാട് സൂര്യക്ക് വിജയ് കുറച്ചുകൂടി ആക്ഷൻ മൂഡുള്ള സിനിമകൾ ചെയ്യുമ്പോൾ കൂടുതൽ ആക്ഷൻ, റൊമാൻസിനെക്കാട്ടും കൂടുതൽ ആക്ഷൻ സിനിമകൾ. സൂര്യയുടെ പിന്നെയും നമ്മളിപ്പോ വാരമായാലും എടുത്താലും അയനം എടുത്താലും ഇതിലൊക്കെ ആക്ഷൻ ഉണ്ടെങ്കിൽ അതിലൊരു റൊമാൻറ്റിക് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് റൊമാൻറ്റിക് സോങ് പാടുന്നൊക്കെ പറഞ്ഞാല് കുറച്ചും കൂടി 2K അറിയില്ല, ജെൻസി എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ഒരു 90s ഒക്കെ ഒരു നമ്മുടെ ആ ഒരു സൂര്യ വിജയ് കാലഘട്ടത്തിലാണെങ്കിൽ അവരുടെ ഓപ്ഷനാണ് മുന്തിനം, അല്ലെങ്കിൽ വാരണമായിരത്തെ പാട്ട്, ബ്രേക്കപ്പ് സോങ് പറയുന്നത് സൂര്യയുടെ കണ്ണുകള്, സൂര്യയുടെ ചിരി. ഇത് ഒരു അതായത് ഇന്നലെ ഈ സൂര്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടൊക്കെ പറഞ്ഞത് സൂര്യയുടെ കണ്ണുകൾ കൊണ്ട് സൂര്യ അഭിനയിക്കുന്നു എന്ന് പറയുന്ന സൂര്യനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഓരോ ദിനം ഇപ്പൊ നമുക്ക് സൂര്യക്ക് ഇങ്ങനെ ഇപ്പൊ അമ്മ ഫേവറേറ്റ് ഒരെണ്ണം അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്കപ്പ് സോങ് എന്ന് പറഞ്ഞാൽ സൂര്യയുടെ അവ എന്ന അതായിരിക്കും ടോപ്പ് പ്രയോറിറ്റിയിൽ എപ്പോഴും. ഇപ്പോഴും ആ ലുക്കും ബോഡിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സൂര്യ കൊണ്ടുപോകുന്നു പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഇപ്പൊ സൂര്യ ജ്യോതിക കോമ്പോ അന്നൊരു വല്ലാത്തൊരു കോമ്പോ ആയിരുന്നു. ഇപ്പൊ ജ്യോതിക തിരിച്ചു വന്നിരിക്കുന്ന സൂര്യയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല അല്ലെ. ജ്യോതിക കോമ്പോ ശരിക്കും അതൊന്നും വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ അതെന്തായാലും ഒരു ഷുവർ ബെറ്റ് സാധനമായിരിക്കും സൂര്യ ജ്യോതിക കോമ്പോ. ഇപ്പൊ ലൈഫിലാണെങ്കിലും നമ്മളിപ്പോ റിയൽ ലൈഫ് കപ്പിൾസ് എടുത്തതിനാ, ഫിലിമിലുള്ള ഒരു കപ്പിൾ എടുത്തതിനാല് മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ കപ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹിന്ദിയിലെ അജയ് ദേവ്ഗൻ കജോൾ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഒരു ഐഡിയൽ കപ്പിൾ ആയിട്ട് സൂര്യ ജ്യോതിക എന്ന് പറയുന്നത്. ആ ഫാമിലി തന്നെ നമുക്ക് പറയാം. ശിവകുമാർ സാറ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. നമുക്ക് എത്രയോ 70s-ലെയും 80s-ലെയൊക്കെ ഇന്നിപ്പോ നമ്മൾ സൂര്യയെ കുറിച്ച് പറയുന്ന പോലെ അന്ന് ഫാമിലി ഓഡിയൻസിനൊക്കെ വളരെ പ്രിയപ്പെട്ട നടനായിരുന്നു ശിവകുമാർ. അതായത് രജനീകാന്ത്, കമലഹാസൻ അവര് ഹീറോ ആവുന്നതിന് മുമ്പുള്ള ഒരു കാലം, അതായത് MGR, ശിവാജി ഗണേശൻ, ജമിനി ഗണേശന് ശേഷം രജനീകാന്ത്, കമലഹാസന്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു ഹീറോ ആണ് ശിവകുമാർ. ശിവകുമാർ ഹീറോയ സിനിമയിൽ രജനീകാന്ത് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങനെ രജനീകാന്തിന്റെ ഒരു വളരെ അടുത്ത ഒരു ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു ശിവകുമാറിനോട് രജനീകാന്തിന്. ഒരു ചേട്ടനെ പോലെയായിരുന്നു രജനീകാന്തിന്. ഇപ്പോഴും അതെ. കാരണം ശിവകുമാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 80s നമുക്കറിയാം ഇവിടുത്തെ നമ്മളെ മമ്മൂക്കയുടെയൊക്കെ ലാലേട്ടന്റെ ഒക്കെ കുറെ 80s സിനിമകള് അവിടെ റീമേക്ക് ചെയ്തപ്പോ അഭിനയിച്ച ആളാണ് ശിവകുമാർ. അത് കഴിഞ്ഞ് ഈ സൂര്യയൊക്കെ സിനിമയിൽ വന്ന ശേഷം പുള്ളി അഭിനയം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറച്ചൊരു സീരിയൽസിൽ അഭിനയിച്ചു. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം, പക്ഷെ അദ്ദേഹം അത് നിർത്തി. ആ കറക്റ്റ് സമയം എത്തിക്കഴിഞ്ഞപ്പോ രണ്ട് മക്കളും സിനിമയില്. ഇപ്പൊ കാർത്തി ആണെങ്കിൽ ആ ഒരു ഫാമിലി അതാണ്. ഇപ്പൊ സൂര്യ വന്നു സൂര്യ ക്ലിക്കായി സ്റ്റാർ ആവുമ്പോഴാണ് കാർത്തി വരുന്നത്. കാർത്തി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നാണ്, മലയാളത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നു. പിന്നീട് പരുത്തിവീരല് വന്നു. പക്ഷെ സൂര്യയുടെ ആ ഒരു വിനയം എന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞെങ്കിൽ കാർത്തിയും സൂര്യയും ആരാണ് ബെസ്റ്റ് ആക്ടർ എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈപ്പോടെ വന്നതാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് ഫേസ് ഓഫ് ചെയ്യുന്ന ഒരു മൂവി എന്ന് പറഞ്ഞ ഗംഗുവ. അപ്പൊ അത് ഒരുപക്ഷെ അത് വർക്ക് ആവുകയാണെങ്കിൽ അത് ഭയങ്കര വേർത്തായ ഒരു മൂവിയാണ് സത്യം പറഞ്ഞാല്. കാരണം ഇപ്പൊ ജ്യോതികയും കാർത്തിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. തമ്പി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സൂര്യൻ കാർത്തി എന്ന് പറയുമ്പോൾ അനിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പണ്ട് ഒരിക്കൽ ഓർമ്മയുണ്ട്, പരുത്തിവീരൻ ഇറങ്ങിയ ഒരു ടൈമിൽ അന്ന് കാർത്തി ഭയങ്കര പേര് കിട്ടി. പരുത്തിവീരന് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയ സമയത്ത് ഒരുമിച്ച് അഭിനയിക്കുന്നു വെച്ചപ്പോ സൂര്യ കാർത്തിയെ കുറിച്ച് പറഞ്ഞ അതാണ് സൂര്യയുടെ ആ ഒരു മനസ്സിലൊരു ഇതെന്ന് പറഞ്ഞാൽ സൂര്യ പറഞ്ഞതാണ്, എനിക്ക് കാർത്തി അച്ഛന് അതായത് ശിവകുമാറിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള സമയത്ത് ജനിച്ച ആളാണ് കാർത്തി അങ്ങനെ ഒരു ഹൈഫൈ ആയിട്ട് തന്നെയാണ് കാർത്തി വളർന്നത്. ആ കാർത്തി ഒരിക്കലും കാണാത്ത ഒരു നാട്ടുംപുറം കൾച്ചറിലുള്ള ഒരു പരുത്തിവീരൻ പോലത്തെ റോള് അവൻ എങ്ങനെ പുൾ ഓഫ് ചെയ്തു എനിക്കും പറ്റും തോന്നില്ല. കാരണം ഇത് അനിയനെ അത്രയും പുകഴ്ത്തിയിട്ടാണ് സൂര്യ സംസാരിച്ചത്. പിന്നെ സൂര്യയിലെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഈ അടുത്ത് ഗംഗുവാടെ ഇവിടെ കേരളത്തിൽ നടന്ന പ്രൊമോഷനില് നമ്മുടെ ലുലു മാളിൽ വെച്ചിട്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അന്ന്. പക്ഷെ അത് ഏറ്റവും ഇതാ ഞാൻ പറഞ്ഞത് നേരത്തെ സൂര്യയുടെ പാട്ടുകളുടെ പ്രത്യേകത ആണത്. സംഭവം ഗംഗുവയുടെ പ്രൊമോഷൻ ആയിരുന്നു, പക്ഷെ അത് കുറച്ചേരം കഴിഞ്ഞപ്പോ ഒരു കോൺസെർട്ടായി മാറി. സൂര്യയുടെ കോൺസെർട്ടായി മാറിപ്പോയി. കാരണം എല്ലാ വരുന്ന ഫാൻസ് എല്ലാം പാട്ട് പാടുകയും എനിക്ക് തോന്നുന്നു പോലീസ് വന്ന് കുറെ പേർക്ക് ഭയങ്കര വലിയ ക്രൗഡായിരുന്നു. ഭയങ്കര സെക്യൂരിറ്റി ഇഷ്യൂസ് അടക്കം അന്ന് വന്നു സൂര്യ വന്നു പോയിട്ട്. അപ്പൊ പറഞ്ഞാല് സംഭവം
പറയും, എല്ലാരും ചോദിക്കും സൂര്യനെ ഇഷ്ടം വിജയനെ ഇഷ്ടം എന്ന്. പക്ഷെ അവർ രണ്ടുപേരും വെച്ച് നോക്കുമ്പോ ഇവിടെ ഒരു പ്രത്യേകം ക്രൗഡ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം സൂര്യ ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവും ഈ മലയാളികളുടെ ഇടയിൽ ഇത്രയും ഫാൻ എന്നൊക്കെ പറയുമ്പോ തന്നെ. അപ്പൊ സൂര്യയുടെ ഇപ്പൊ കറുപ്പ് എന്തായാലും വളരെ പ്രതീക്ഷയാണ്. കാരണം RJ ബാലാജിയാണ് ഡയറക്ട് ചെയ്യുന്നത്. RJ ബാലാജി നല്ല നടനാണ്, നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഡയറക്ടറാണ്. ഇതിന് മുമ്പത്തെ കഴിഞ്ഞ 2 സിനിമകൾ നല്ല ഫൺ സിനിമകളായിരുന്നു. ഇതില് ഫൺ ഉണ്ടെന്ന് തോന്നുന്നു, ഫണ്ടും ഉണ്ടാവും എന്തായാലും. ഒരു ഔട്ട് ആൻഡ് ഔട്ട് സൂര്യ ഷോ തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സിനിമയും നമുക്ക് ലക്കി ഭാസ്കറിന്റെ ഒക്കെ ഡയറക്ടറുടെ സിനിമയാണ്. ഇപ്പോൾ അതിലാണ് മമിത ബൈജു ഹീറോയിനായിട്ട് വരണം നോക്കുന്നു സൂര്യയുടെ. അപ്പൊ വരുന്ന സൂര്യയുടെ സിനിമകളൊക്കെ നല്ല പ്രതീക്ഷയുള്ള സിനിമകളാണ്. നമ്മള് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ 1-2 സിനിമ പരാജയപ്പെട്ടാലൊന്നും അങ്ങനെ തിരിച്ചു പോകുന്ന നടനല്ല, തിരിച്ചു പോകേണ്ട നടനല്ല സൂര്യ. സൂര്യ എന്തായാലും തിരിച്ചു വരട്ടെ. എന്തായാലും ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ഇനി വരുന്ന സിനിമയിൽ തിരിച്ചെട്ടെ. എത്ര 50 വയസ്സായിട്ടുള്ളൂ, ഇനി എത്ര കിടക്കുന്നു. ഇനി വേറെ തരത്തിലുള്ള സൂര്യനായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. എന്തായാലും സൂര്യക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ്.